നമസ്കാരം. ഞാൻ നിങ്ങളോടൊപ്പം തിരുമത്തൂർ സുരേഷ് തരിക. കഴിഞ്ഞ ചില ക്ലാസ്സുകളായിട്ട് നമ്മൾ റംസാനിലെ ചന്ദ്രികയോ എന്ന പാട്ട് പഠിച്ചായിരുന്നു. അതിൻ്റെ അനുപല്ലവിയിൽ വരുന്ന ചില ലൈനുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇന്ന് നമ്മൾ പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അതുകൊണ്ട് തന്നെ ഒറ്റ ഫിംഗർ കൊണ്ട് നോട്ടുകൾ കാണിച്ചു തരുന്നതാണ് മനസ്സിലാക്കാൻ എളുപ്പമെന്ന് ചിലർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇടങ്കൈ നിസ സരി സന്നി ഇടങ്കൈ എൻ്റെ ഇടങ്കൈ നീ 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 മ എൻ്റെ ഇടം മ നീ 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 മ മ പ മ ഗ. അത്രയും മനസ്സിലായല്ലോ. ഇടങ്കൈ എൻ്റെ ഇടങ്കൈ നിന്റെ ഗഗ ഗഗ നീ ധ ഗഗ ഗ ഗഗ ഗഗ നീ ധ നിന്റെ വിടർന്ന മാറിലെ. ഒരു നിമിഷം നിൽക്കൂ. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ സംഗീതം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ സരികയുടെ ഓൺലൈൻ ട്യൂഷനിലൂടെ നിങ്ങൾക്കും പഠിക്കാം. കീബോർഡ്, വയലിൻ, ഗിറ്റാറ്, വായ്പ്പാട്ട്. പ്രായം ഒരു പ്രശ്നമേ അല്ല. നിങ്ങളുടെ സൗകര്യാർത്ഥം ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതാണ്. വിശദവിവരങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പർ 860 630 74 51. മറ്റൊരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 75 10 520 887. അപ്പോൾ വിളിക്കാൻ മറക്കല്ലേ. പടരുന്ന പൂവള്ളിയാക്കൂ കുറച്ച് ഹൈ പിച്ചാണ്. ഗരിരി സസനി ഗരിരി സസനി. അത് കഴിഞ്ഞിട്ട് പൂവള്ളിയാക്കൂ വാസനി അപ്പോൾ ഇത്രയാണ് ഈ അനുപല്ലവിയിൽ വരുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ റംസാനിലെ ചന്ദ്രിക എന്നുള്ള പല്ലവി വായിക്കുന്നു. അതിനുശേഷം
ചരണത്തിന് അനുപല്ലവിയിൽ വരുന്ന നോട്ടുകൾ വായിക്കുന്നു. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധയോടുകൂടി പഠിക്കുക. 1ഉം 2ഉം ഭാഗം കണ്ടിട്ട് വേണം 3ാമത്തെ ഭാഗം പഠിക്കാനായിട്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരുമത്തൂർ സുരേഷ്.